അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, ജീവിതം എന്നത്, മനുഷ്യജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ്. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു താൽക്കാലിക യാത്ര. ഈ ചെറിയ യാത്രക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക, സഞ്ചരിക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ വളർച്ചയ്ക്കും വികസനങ്ങൾക്കും മാറ്റങ്ങൾക്കും വലിയ കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള സഞ്ചാരങ്ങൾ എന്നുള്ളത്. പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിൻ്റെ വ്യാപനം വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്കെല്ലാം പഴയ കാലങ്ങളിൽ തന്നെ എത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെയാണ്. അതിലുപരി നാം ഇന്ന് നുകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യകൾ നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമാമുമാർ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള അറിവുകളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വികസനത്തിനും മാറ്റങ്ങൾക്കെല്ലാം പിറകിൽ യാത്രകളാണ് എന്നത് നമുക്ക് നിസ്സംശയം വിശ്വസിക്കാവുന്ന ഒന്ന് തന്നെയാണ്. വിശുദ്ധമായിട്ടുള്ള ഇസ്ലാം വലിയ രീതിയിൽ തന്നെ യാത്രകൾക്ക് പ്രോത്സാഹനം നൽകുന്നതായിട്ട് നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 സ്ഥലങ്ങളിലായിട്ടാണ് യാത്രയെ പ്രോത്സാഹിപ്പിച്ച് വിശ്വാസികളോട് പറയുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരു ഹദീസിൽ നമുക്ക് അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് എന്ന ഒരു പാഠവും ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യാത്രകൾക്കിടയിൽ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ആയതിനാൽ തന്നെ വിശ്വാസികൾക്ക് അവരുടെ യാത്രകളിൽ പ്രയാസം അനുഭവിക്കാതിരിക്കാൻ ഒരുപാട് ഇളവുകൾ പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാം അനുവിധാനം ചെയ്യുന്നുണ്ട്. ദൈനംദിന യാത്രകൾക്കിടയിൽ ഒരിക്കലും ഫർളാക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം അത് പൂർണ്ണമായ രീതിയിൽ ഉപേക്ഷിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാൽ പോലും പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്, നിശ്ചയമായിട്ടും ദീൻ നിങ്ങൾക്ക് എളുപ്പത്തിനുള്ളതാകുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല. ഇസ്ലാം വളരെ എളുപ്പമായിട്ടുള്ള ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അവരുടെ യാത്രകളിൽ പ്രയാസം അനുഭവിക്കാതിരിക്കാൻ വിശ്വാസപരമായിട്ടുള്ള, പ്രത്യേകിച്ചും ആരാധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ഇസ്ലാം വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ വിശ്വാസികൾക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഇളവുകളും വിട്ടുവീഴ്ചകളും അറിയാത്ത ഒരുപാട് വിശ്വാസികൾ നമുക്കിടയിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം വിട്ടുവീഴ്ചകളെ അറിയാത്ത ഇക്കൂട്ടർ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ വലിയ രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആരാധന, നിസ്കാരം, നോമ്പ് പോലത്തെ ആരാധനകൾ അവരുടെ യാത്രയിൽ നടത്തുന്നുണ്ടാവുക. മറ്റൊരു കൂട്ടർ പൂർണ്ണ രീതിയിലും പ്രയാസമായതിനാൽ തന്നെ ഇത്തരം ഇളവുകൾ അറിയാത്തത് കൊണ്ട് അവരുടെ ആരാധനകളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന ഒരു രീതിയും കണ്ടുവരാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇബാദാത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ആരാധന, അതിൽ യാത്രക്കാരന് അനുവദിച്ചു നൽകിയിട്ടുള്ള വിട്ടുവീഴ്ചകളുടെയും ഇളവുകളെയും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും ഇസ്ലാം അനുവദിച്ചു നൽകുന്ന ഇളവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജംഅ്, കസ്ർ എന്നീ വിഷയങ്ങൾ. അതിനെക്കുറിച്ച് നമ്മുടെ ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും ഒരു സംസാരം നടക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് യാത്രക്കാരൻ്റെ നോമ്പ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചും നമ്മുടെ ചർച്ചയിൽ
സംസാരങ്ങൾ നടക്കും. ഇതിലൊക്കെ തന്നെ പ്രധാനമായിട്ടും ജംഅ കസ്ർ എന്നിവയുടെ പരിധിയിലേക്ക് വരുന്ന അവസരത്തിൽ നമുക്ക് അതിൻ്റെ ദൂരത്തിൻ്റെയും അതുപോലെ തന്നെ യാത്രയുടെ ലക്ഷ്യം പ്രധാനമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ദൂരം, സമയം, യാത്ര ചെയ്യുന്ന സാഹചര്യം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ആ യാത്രക്കാരൻ്റെ ഇളവുകളിലെല്ലാം മാറ്റം വരും. അതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ ഈ ചർച്ചയിൽ ഇവിടെ സംസാരങ്ങളുണ്ടാകും. അതുകൊണ്ട് കൂടുതലായിട്ട് ആമുഖത്തിൽ ദീർഘിപ്പിക്കാതെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇസ്ലാം തങ്ങളുടെ വിശ്വാസികൾക്ക് ഒരുപാട് ഇളവുകൾ അനുവദിച്ച് നൽകുന്നുണ്ട് എന്നുള്ളത് നാം ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജമ്മും കസ്റും എന്നതും നാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതൊക്കെ തരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് ജായിസാകുന്നു എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയൊരു ഇളവ് തന്നെയാണ് യാത്രയിലെ ജമ്മു കസ്ർ എന്ന ഒരു പ്രയോഗം. അതായത് ഒരു യാത്രികൻ അയാൾക്ക് നിസ്കാരം മൂലം ഒരു പ്രയാസം ഉണ്ടാകരുത്, അല്ലെങ്കിൽ നിസ്കാരത്തെ തീരെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുമായി എല്ലാം വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അവനിൽ നിന്നുണ്ടാകരുത് എന്നുള്ള നിലക്ക് ജംഉം കസറും ദീൻ നമുക്ക് അനുവദിച്ചിരുന്നുണ്ട്. അതായത് 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുക, ഇതാണ് കസ്ർ എന്ന് പറഞ്ഞത്. മറ്റൊന്ന് ജംആണ്. ജംഅ നടക്കുന്നത് ളുഹറും അസറും തമ്മിലാണ്, പിന്നെ മഗ്രിബും ഇശാവും തമ്മിൽ. സ്വാഭാവികമായിട്ടും ഒരു യാത്രയിൽ ഒരു യാത്രക്കാരൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കാം ഇത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല എന്നുള്ളത്. ഒന്നിരിക്കൽ ക്ഷീണം കാരണത്താലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ ദൗർബല്യം കാരണത്താലെല്ലാം ഏതൊരു യാത്രക്കാരനും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ സമയത്തിൻ്റെ ദൗർബല്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിരിക്കും ഈ കസ്ർ എന്നുള്ളതിലൂടെ നമുക്ക് നേടിയെടുക്കാനാവുക. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ യാത്രകൾ ഉണ്ടാകുമ്പോൾ അതിന് പല മാർഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പണ്ട് കാലത്തൊക്കെ യാത്രകളെന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും എല്ലാമുള്ള യാത്രകളായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ മാർഗങ്ങൾക്കനുസരിച്ച് ഈ യാത്രകളുടെ ഈ നിയമത്തിൻ്റെ ജമ്മു കസർ എന്നൽക്കുള്ള നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ മാറുന്നുണ്ടോ എന്ന് നമുക്കിവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ കാലങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കുതിര, ഒട്ടകം പോലത്തൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ലഭ്യമാണ്. കപ്പൽ, വിമാനം, ട്രെയിന്. പക്ഷേ ഇതിലൊക്കെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചോളം നേരിടുന്ന പ്രശ്നം എന്നുള്ളത് സ്വയം നിയന്ത്രണത്തിലുള്ള അല്ല എന്നുള്ളതാണ്. അതായത് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. പ്ലെയിനൊന്നും നമ്മുടെ സമയത്തിനനുസരിച്ചല്ല, അത് അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് നടക്കുമ്പോൾ ഞാൻ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരാൾക്ക് പൂർണ്ണമായ രീതിയിൽ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. സ്രഷ്ടാവിനോടുള്ള ആരാധന പൂർണ്ണമായ രീതിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ ഏത് തരത്തിലുള്ള ഒരു ഇതാണ് സ്വീകരണമാണ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ളത്? ഒട്ടകം, കുതിര മുതലായ മൃഗവാഹനങ്ങളുടെ വിധി തന്നെയാണ് ഇപ്പോൾ ആധുനിക കാലത്തുള്ള വാഹനങ്ങൾക്കുള്ളത്. അങ്ങനെ പറയുമ്പോൾ മൃഗവാഹനങ്ങളുടെ ചലനം അതിൽ സഞ്ചരിക്കുന്ന ആൾക്ക് നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആധുനിക കാലത്തുള്ള വാഹനങ്ങൾ, കാറ്, ട്രെയിന് പോലത്തെ വാഹനങ്ങൾ. അതും അതിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ഇതിൻ്റെ ചലനം നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃഗവാഹനങ്ങളിൽ ഇങ്ങനെ ഈ ഒരു സന്ദർഭം വരുമ്പോൾ അതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരം അനുവദനീയമല്ല. അതുപോലെ തന്നെയാണ് ഈ ആധുനിക വാഹനങ്ങളിലും വിധി തന്നെയുള്ളത്. പക്ഷേ ഇത്തരത്തിൽ നിയമം ഇത്തരത്തിലാണെങ്കിൽ കൂടി ഫുഖഹാക്കളുടെ ഇടയിൽ മറ്റൊരു അഭിപ്രായമുണ്ട്.
അതായത് ഈ ചലനം, വാഹനത്തിൻ്റെ ചലനം യാത്രികനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നൽക്ക് അത് ആരെ, അതായത് വാഹനം ഓടിക്കുന്ന വ്യക്തിയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നൊരു ചർച്ച കൂടി എന്തുണ്ട് ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ കീഴിൽ വരുന്ന നിയമങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണല്ലേ? ഇപ്പോൾ ഇത് അനുവദനീയമാകുന്നത് നിർബന്ധിത ഘട്ടമല്ലാത്ത സ്ഥലത്താണ്. ഇപ്പോൾ നിർബന്ധിത ഘട്ടം എന്ന് പറയുമ്പോൾ കൂട്ടുകാർ നഷ്ടപ്പെടുക, ഇപ്പോൾ ട്രെയിനിൽ വരികയാണെങ്കിൽ ട്രെയിന് പോവുക, സീറ്റ് നഷ്ടപ്പെടുക, സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുക, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് കഴിയുന്ന വിധം നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് വാഹനത്തിൽ വെച്ച് തന്നെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ഒരു പിന്നീട് അത് മടങ്ങി നിസ്കരിക്കും വേണം. സാഹചര്യം ലഭിച്ചാൽ, അതായത് സമയം കുടുസായ നേരങ്ങളിലൊക്കെ അനുവദനീയമായ രീതിയിൽ എങ്ങനെയാണോ സാഹചര്യം ഉള്ളത് ആ രീതിയിൽ നിസ്കാരം നിർവഹിച്ച് പിന്നീട് ഒരു സമയം കിട്ടുകയാണെങ്കിൽ വെച്ച് തന്നെ നിസ്കാരം നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സുജൂദും റുക്കുവും തല കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന്. കുനിയുന്ന മാക്സിമം സുജൂദാണെന്നുണ്ടെങ്കിൽ റുക്കുവിനേക്കാൾ ഒരു പടി കൂടുതൽ കുനിയും. ഇതിൽ പറയുമ്പോൾ ഈ കാരണങ്ങൾ പറയുമ്പോൾ നമ്മളതിൽ ഒരു ശ്രദ്ധിക്കണം. മറ്റേ എന്താണ് കൂട്ടുകാരെ നഷ്ടപ്പെടുക എന്നുള്ളത്. ഈ യാത്രകൾ ഇസ്ലാം പറയുന്നതനുസരിച്ച് യാത്രകൾ എന്താ ഒറ്റയ്ക്കുള്ള യാത്രകൾ അത്ര നല്ലതല്ല. ഒറ്റക്കും രണ്ട് പേരടങ്ങുന്ന യാത്ര, മറിച്ച് 3 ഏറ്റവും നല്ല യാത്ര എന്നുള്ളത്. അതായത് ഒറ്റയ്ക്ക് ഒരു നിലക്ക് പ്രയാസങ്ങൾ നേരിടുക, അതായത് ഒറ്റപ്പെടുക എന്നുള്ളത് വളരെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം അതിനെ ഒരുപാട് എന്താണ് എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എന്തായി ചെറുതായി വേണ്ടിയിട്ട് ഒരുപാട് ഇളവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യാത്രക്കാരൻ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ സാഹചര്യം എന്നുള്ളത്, അതായത് കാലാവസ്ഥ. അപ്പോൾ ശക്തമായ ചൂടിലായാലും തണുപ്പിലായാലും ഒരു യാത്രക്കാരനക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഏത് വിധത്തിലുള്ള ഒരു ഇളവാണ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്? അതായത് ഹുഫയെ സംബന്ധിച്ചിടത്തോളം പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് ഏത് രീതിയിലാണ് സംസാരിക്കാനുള്ളത്? ഹുഫ എന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന സാധാരണ ഷോക്സ് അല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹുഫ എന്ന് പറയുന്നത് അതൊരു തോലുകൊണ്ട് നിർമ്മിച്ച, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പുതിയ മെറ്റീരിയൽസ് കൊണ്ടും ഹുഫ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനത്തെ തോലുകൊണ്ട് നിർമ്മിച്ച കണങ്കാല് വരെ ധരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സാധനമാണ് ഹുഫ എന്ന് പറയുന്നത്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുന്ന ആളുകൾക്ക് 3 ദിവസം വരെ, അതായത് 3 രാത്രിയും 3 പകലും ഹുഫ തടവൽ യാത്രയിലായിരിക്കെ 3 രാവും 3 പകലും എന്നുള്ള കണക്കാണ്. ഹുഫ തടവൽ അനുവദനീയമാണ്. അത് യാത്ര അത് ഉളു കുറഞ്ഞ മുതൽ ഉള്ള 3 രാത്രിയും 3 പകലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ശുദ്ധിയോടുകൂടെ ആകണം ഹുഫ വെച്ച് കെട്ടിയതിരിക്കേണ്ടത്. എന്നാൽ യാത്രകൾ പോകുമ്പോൾ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ മാർഗങ്ങളെല്ലാം ഒരുപോലെയാണോ എന്നതിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് കപ്പൽ പോലെ ഒരു നിലക്ക് വാഹനം, കാറ് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ നോക്കുമ്പോൾ, പ്ലെയിനൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ചലനമായി നമ്മൾ എന്തുണ്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കപ്പലിലേക്ക് നോക്കുമ്പോൾ എന്തുണ്ടില്ല, നമ്മൾ ചലനം എന്തിലേക്ക് ബന്ധപ്പെടുന്നില്ല, യാത്ര വാഹനവുമായി ബന്ധപ്പെടുന്നില്ല. അപ്പോൾ ഇതിലുള്ള മാറ്റങ്ങൾ എന്താണ് തമ്മിൽ? ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ കപ്പലിൻ്റെ ചലനം നേരിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വാഹനത്തിൽ വെച്ച് തന്നെ കിബിലയിലേക്ക് മുന്നിട്ട് റുക്കുനുകൾ പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കാരം നിർവഹിക്കാൻ പറ്റും. അപ്പോൾ അതവനക്ക് നിർബന്ധമായി മാറും. അതായത് കിബിലക്ക് മുന്നിടാൻ കഴിയുമെങ്കിൽ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ മുന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇനി കിബില തെറ്റിയാൽ തന്നെ എന്ത് ചെയ്യണം, അത് മടക്കി നിസ്കരിക്കേണ്ടി വരുന്നു. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് യാത്രക്കാരൻ്റെ ജുമയെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ. അപ്പോൾ ഈ യാത്രക്കാരൻ്റെ ജുമ ഏത് വിധത്തിലാണ് നിർവഹിക്കേണ്ടത്, അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. ലൈസ അലൽ മുസാഫിരി ജുമാഅത്തുൻ എന്നുള്ളത്. ജുമ എന്നുള്ളത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. എന്നാലും ഇസ്ലാമിക വശത്ത് നോക്കുമ്പോൾ എങ്ങനത്തെ യാത്രയിലാണ് ജുമ നിർബന്ധമാകുന്നുണ്ട്. ഇത് ഒരു മാസിയത്തിന് വേണ്ടി അല്ലെങ്കിൽ തെറ്റിന് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിൽ ഇത്തരത്തിലുള്ള ഒരു ഇളവ് റുഖ്സത്ത് ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രയാണെങ്കിൽ മാത്രമാണ്
ഇത്തരത്തിലുള്ള ഇളവ് ഇവിടെ നൽകുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ ഒരുപാട് ഇളവുകൾ പറഞ്ഞ് ജമ്മു കസർ ആവട്ടെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള യാത്ര ആവട്ടെ, പിന്നെ അതുപോലെ തന്നെ ഹുഫമ തടവമ ഇതിലൊക്കെ ഈ ഒരു കാര്യം ബാധകമാണോ? അതായത് യാത്രയുടെ ഉദ്ദേശം അതെ അതെ യാത്ര നന്മയിലേക്കുള്ള യാത്രയിലാണെങ്കിൽ ഹലാലായ യാത്രയാണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഇളവുകളൊക്കെ ഒരു യാത്രക്കാരൻക്ക് ആയി വരുന്നത്. ഇവിടെ ജുമയുടെ വിഷയത്തിൽ 132 കിലോമീറ്റർ 2 മർഹല എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല, ബാധകമില്ല. മറ്റ് വിഷയങ്ങളിലൊക്കെ 132 കിലോമീറ്റർ എന്നുള്ളത് ബാധകമാണ്. ഷംബിന്റെ ഗസറിന്റെ വിഷയത്തിലൊക്കെ അത് ബാധകമാണ്. എങ്കിലും ഇത്തരത്തിൽ ജുമയുടെ വിഷയത്തിൽ 132 കിലോമീറ്റർ ബാധകമല്ല. മറിച്ച് ഈ ബാങ്ക് ആ ജുമയുടെ സ്ഥലത്ത് നിന്ന് ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ മതിയാവും. യാത്രകളുടെ സവിശേഷത അല്ലെങ്കിൽ യാത്രകൾ എത്രത്തോളം ഇസ്ലാമിനെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ ഈ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കൂടുതലും മുകളിൽ യാത്രകളെ കാണാൻ കഴിയും. ഹിജറ, അതുപോലെ ഇസ്രാ മിറാജ് യാത്ര, അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് യാത്രകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ഇസ്ലാമിന്റെ മുന്നേറ്റത്തിനായിട്ട് ഒക്കെ മുന്നേറ്റത്തിന് വേണ്ടി യാത്രകൾ ഒരു മാർഗമാകുന്നുണ്ട്. നേരത്തെ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, ഖുർആനിൽ തന്നെ 7 ഇടങ്ങളിൽ മാത്രം യാത്രയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ മഹാന്മാരുടെ യാത്ര, അതായത് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ യാത്ര, ഇവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര തന്നെ ഒരു ഇബാദത്ത്, യാത്ര തന്നെ ഒരു ഇബാദത്തായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും കേൾക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത്, യാത്രക്കാരൻ്റെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് നോറ്റുകൊണ്ട് ഒരു യാത്രക്കാരനെ എങ്ങനെയാണ്? യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ യാത്രയാണ് ചെയ്തതെങ്കിൽ, അതായത് മഴസിയത്വമൊന്നും ഇല്ലാത്ത തെറ്റുകളോടൊന്നും സംബന്ധിക്കാത്ത യാത്രയാണ് ചെയ്യുന്നതെങ്കിൽ 132 കിലോമീറ്റർ അനുവദനീയ യാത്രയാ പോകുന്ന ആളുകൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. അതേസമയത്ത് എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാവുന്നതാണ്. ഇങ്ങനെ ഇതിന് സമാനമായ സംഭവം, അതായത് റസൂലുള്ളാഹിയുടെ ഒരു തൊംതാനി ഭാഷയുള്ള ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, അമിനംബിരി മിംസിയാം ഫിൻഡിസ്റ്റഫർ, അങ്ങനെ അവരുടെ ഭാഷയിൽ റസൂലുള്ളാഹിയുടെ സംഗതി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ നോമ്പ്, അതായത് ഈ യാത്രയിൽ നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഈ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അത് പരിപൂർണമായിട്ടും വീട്ടുക എന്നുള്ളത് അവരുടെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. യാത്രയ്ക്ക് ശേഷം ആ നോമ്പ് വീണ്ടെടുക്കുക എന്നുള്ളത് ഖുർആനിൽ പറയുന്നുണ്ട്. റമദാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, വമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസുമുഹു വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അത് മറ്റുള്ള സമയത്ത് അത് നിർബന്ധമായും വീട്ടിക്കൊള്ളണമെന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ഒരു സമീപനം യാത്രയിൽ ഇത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അത്തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിനെ ഇളവ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ യാത്രക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് ഇളവുകൾ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള, പ്രത്യേകിച്ചും ദഅവ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ഇത്തരം ഇളവുകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മളെന്താക്കണം, അവതരിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. എന്നത് മാത്രം ഓർമ്മയിലേക്ക് പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ചർച്ചയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.